ഹായ്, ഇന്ന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ചുരിദാറാണേ. സാരിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ലൈനിങ് എടുക്കുന്നതും സാരിയിൽ നിന്ന് തന്നെയാണേ. അപ്പോൾ ഈ മുന്താണി നമുക്ക് ആവശ്യമില്ല. ആദ്യം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ചുരിദാറിന് ആവശ്യമായ ലെങ്തിനനുസരിച്ച് സാരി കട്ട് ചെയ്തെടുക്കാം. ഇനി ചുരിദാറിൻ്റെ മെയിൻ പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അത് 38 ഇഞ്ച് ലെങ്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വിഡ്ത്ത് വന്നിട്ട് 40 ഇഞ്ചാണ്. ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത് ഉദ്ദേശിക്കുന്നത് ഒരു 46 ഇഞ്ച് വേണം. അപ്പോൾ താഴ്വശത്തായിട്ട് പ്ലീറ്റ് വെച്ചിട്ടുള്ള ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യമായ അളവുകൾ ഇതിൽ അടയാളപ്പെടുത്താം. ഈ ടോപ്പിന് എടുത്തിരിക്കുന്ന അളവ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാമേ. അളവെല്ലാം അടയാളപ്പെടുത്തി ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. അതിന് ഈ ബോർഡർ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം സാരിയുടേത്. അത് കട്ട് ചെയ്തതിന് ശേഷം 35 ലെങ്ത് വന്നിട്ട് ബാക്കിയെല്ലാം മുമ്പെടുത്ത മെഷർമെൻറ്റിൽ നമുക്ക് ആ ലൈനിങ്ങിൻ്റെ പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ പീസിലാണ് നെക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഒന്ന് ബാക്ക് പാർട്ടിൽ റൗണ്ട് നെക്കും ഫ്രണ്ടിൽ വേറൊരു നെക്കും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് 12 ഇഞ്ച് ലെങ്ത്തിലാണ് സ്ലീവ് കിട്ടിയത്. അപ്പോൾ ഒരു 14 ഇഞ്ച് സ്ലീവ് ഇറക്കം വേണം. അതിന് വേണ്ടിയിട്ട് 2 പീസ് എക്സ്ട്രാ കട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് വരുന്ന പ്ലീറ്റിനുള്ള തുണിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് നേരത്തെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബാക്ക് പാർട്ടാണ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് തയ്ക്കുന്നത്. ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് ക്ലിയർ ചെയ്യുന്നത്. അതിന് സൈഡിൽ ചെറിയ കട്ടിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ ചെറിയ കട്ടിങ് എടുത്തിട്ട് ഇത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴുത്ത് തയ്ക്കില്ല, പതിച്ച് തയ്ക്കില്ല. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നെക്ക് പതിച്ച് തയ്ക്കുന്നത്. ഈ ഷോൾഡർ സ്റ്റിച്ച് പുറത്ത് കാണാത്ത വിധത്തിലാണ് തയ്ച്ചെടുക്കുന്നത്. അതിന് ശേഷം നെക്ക് രണ്ട് ഭാഗത്തെ ഫ്രണ്ട് ബാക്ക് ഭാഗത്തെ നെക്കുകൾ പതിച്ച് തയ്ക്കും. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് ക്ലിയറായിട്ട് തയ്ച്ചെടുക്കും. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. 2 സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ചിൻ്റെ പീസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തെടുക്കും. അതിനെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ടോപ്പ് ഫുള്ളായിട്ടൊന്ന് ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അത് ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് നിർത്തുന്നത്. അതിനി പ്ലീറ്റിൻ്റെ ഭാഗം നമുക്ക് ഇതിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ 2 സൈഡ് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരുന്ന തുണിയിൽ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. തയ്ച്ചെടുത്ത് പ്ലീറ്റ്സിൻ്റെ തുണി ചുരിദാറിനോട് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ചുരിദാർ ഷേപ്പ് ചെയ്ത് നമുക്ക് തിരിച്ചിടാം. ഈ ചുരിദാറിൻ്റെ ഫോട്ടോ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.